ഹലോ മൈ ഡിയേഴ്സ്, എല്ലാവർക്കും ദീക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളിൽ നിന്ന് അകന്ന് മാറി നിൽക്കുന്ന അല്ലെങ്കിൽ നിങ്ങളെ അകറ്റി മാറ്റി നിർത്തിയിരിക്കുന്ന ആ ഒരു പേഴ്സൺ ഇപ്പോൾ നിങ്ങളെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത്, അവരുടെ ഒരു ഓവറോൾ എനർജി എന്താണെന്നുള്ളതാണ് നമ്മളിവിടെ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇത് തീർത്തും ഒരു ജനറൽ റീഡിംഗ് ആണ്, അതുപോലെ തന്നെ ടൈംലെസ് ആണ്, ജെൻഡർലെസ് ആണ്. സോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് എപ്പോഴാണോ അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡായി തുടങ്ങുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇവിടെ വരുന്ന എനർജീസ്, സിറ്റുവേഷൻസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതൊരു ഗൈഡൻസ് ആയി എടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഫോഴ്സ്ഫുള്ളി റെസനേറ്റ് ചെയ്യിപ്പിക്കാതെ വിട്ടുകളയാം. അപ്പോൾ ഈ ഒരു റീഡിംഗ് കാണുന്ന സമയത്ത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയെ മനസ്സിലേക്ക് കൊണ്ടുവരിക. വളരെ പോസിറ്റീവായിട്ട് അവരെക്കുറിച്ച് ആലോചിച്ചുകൊണ്ട് റീഡിങ്ങുമായിട്ട് കണക്റ്റ് ആവുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ സ്പ്രെഡിലേക്ക് വരാം. അപ്പോൾ നമ്മൾ ഈ ഒരു സ്പ്രെഡ് പ്രകാരം പറയുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് വ്യക്തികൾക്ക് ഇതൊരു സ്ട്രോങ് ഫ്രണ്ട്ഷിപ്പൊക്കെ ആയിരിക്കാനുള്ളൊരു സാധ്യതയുണ്ട്. എല്ലാവർക്കും ആ ഒരു റിലേഷൻഷിപ്പ് തന്നെ ആവണമെന്നില്ല. കുറച്ച് പേർക്കെങ്കിലും വളരെ അടുത്ത ഒരു സൗഹൃദം അല്ലെങ്കിൽ അത്രയും ഒരു ആത്മബന്ധമായിട്ട് കൊണ്ടു നടന്നിരുന്ന ഒരു സുഹൃത്തൊക്കെ ആയിരിക്കാനുള്ള ഒരു സാഹചര്യങ്ങളും വളരെ കൂടുതലാണ്. അപ്പോൾ ഇവിടെ ഈ ഒരു പേഴ്സൻ്റെ ഇപ്പോഴത്തെ ഒരു എനർജി നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ അവർ വളരെയധികം ഡിസപ്പോയിൻറ്റഡ് ആയിട്ട് നിൽക്കുന്ന ഒരവസ്ഥയാണ്. ലൈഫിൽ അവർ ഒറ്റയ്ക്കാണെന്ന് വേണമെങ്കിൽ പറയാം. തീർച്ചയായിട്ടും ഇപ്പോൾ നിങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരു പേഴ്സൺ ആയിരിക്കും. ആ ഒരു നോ കോണ്ടാക്റ്റ് പീരീഡോ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റാത്ത തരത്തിലുള്ള എന്തെങ്കിലും ഒരു കാര്യങ്ങൾ നിങ്ങൾക്കിടയിൽ ഉണ്ടാവാം. അത് ചിലപ്പോൾ നിങ്ങൾ തന്നെ വരുത്തി വെച്ചതായിരിക്കാം, നിങ്ങൾ രണ്ടുപേരിൽ ഒരാൾ വരുത്തി വെച്ചതായിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ സാഹചര്യവശാൽ അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിലൂടെ ആയിരിക്കും ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും വളരെയധികം ഒറ്റപ്പെടൽ ഈ ഒരു പേഴ്സൺ ഇപ്പോൾ അനുഭവിക്കുന്നുണ്ട്. അവരോടൊപ്പം ആരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും ആ ഒരു വിഷമം അവരുടെ ഒപ്പം ഉണ്ട്. അതുപോലെ തന്നെ അവർക്ക് നിങ്ങളെ നഷ്ടപ്പെട്ടതിൽ ഒരു വിഷമമുള്ളൊരു പേഴ്സണാണ്. നിങ്ങളുടെ റിലേഷൻഷിപ്പ് എത്തരത്തിലുള്ളതാണെന്നുണ്ടെങ്കിൽ അതിപ്പോൾ സൗഹൃദമോ പ്രണയമോ അല്ലെങ്കിൽ ദാമ്പത്യമോ ഏത് തരത്തിലുള്ളൊരു ബന്ധമാണെന്നുണ്ടെങ്കിലും അതിപ്പോൾ ഇല്ലാത്തതിൽ ഈ ഒരു പേഴ്സൺ നല്ല രീതിയിൽ വിഷമിക്കുന്ന ഒരു അവസ്ഥയാണ്. അപ്പോൾ ചിലവരെയൊക്കെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒട്ടും ദാക്ഷിണ്യം ഇല്ലാതെ നിങ്ങളിന്ന് മാറിപ്പോയൊരു വ്യക്തിയായിരിക്കും. അതായത് അവരുടെ മാത്രം കാര്യങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുത്ത് മറ്റൊരാളെ മനസ്സിലാക്കാതെ അല്ലെങ്കിൽ മറ്റൊരു വ്യക്തിയുടെ മാനസികാവസ്ഥ എങ്ങനെയാണ്, ഞാനിങ്ങനെ പെട്ടെന്ന് മാറിക്കളഞ്ഞാൽ അവരെന്ത് ചെയ്യും, ചിലപ്പോൾ നിങ്ങളെ ഇടിച്ച് താഴ്ത്തി സംസാരിച്ചിട്ട് പോയൊരു വ്യക്തിയായിരിക്കാം. അതായത് ആ ഒരു സിറ്റുവേഷനിൽ അവർ നിങ്ങളെക്കുറിച്ചൊന്നും ചിന്തിച്ചില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരു നിങ്ങളെങ്ങനെയായിരിക്കും അല്ലെങ്കിൽ നിങ്ങളോട് ഇങ്ങനെ സംസാരിച്ചു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും നിങ്ങളുടെ ഒരു അവസ്ഥ, ഇങ്ങനെയുള്ള യാതൊരു കാര്യങ്ങളും നോക്കാതെ അവരുടേതായിട്ടുള്ള ഒരു ചോയ്സ് ആയിക്കോട്ടെ അല്ലാന്നുണ്ടെങ്കിൽ അവരുടേതായിട്ടുള്ള ഒരു വഴിയിലേക്ക് പോയൊരു വ്യക്തിയാണ്. ചിലപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പ് അത്രയും ഒരു ആത്മബന്ധത്തോടു കൂടി പോയ ഒരു ഇതായിരിക്കാം. എങ്കിൽ പോലും ഈ ഒരു പേഴ്സൺ അവരുടെ മാത്രം കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് അവരുടെ ഒരു വഴി തിരഞ്ഞെടുത്ത് പോയൊരു വ്യക്തിയാണ്. അപ്പോൾ നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാലും കാണാം, അവരങ്ങനെ ഒരു സിറ്റുവേഷൻ തിരഞ്ഞെടുത്ത് പോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു സിറ്റുവേഷനിൽ അവരിപ്പോൾ വളരെയധികം സ്ട്രഗിൾ ചെയ്യുന്ന ഒരു അവസ്ഥയാണ്. അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു സിറ്റുവേഷനിൽ ചിലപ്പോൾ അവരായിരിക്കണം എന്നില്ല, എങ്കിൽ പോലും അവർക്ക് ഇപ്പോഴും ഒരു കെട്ടുപാടിൽ നിന്ന് പുറത്തേക്ക് വരാൻ കഴിയാത്തൊരവസ്ഥയിൽ സ്റ്റക്കായി നിൽക്കുന്ന ഒരു പേഴ്സണാണ് ആ ഒരു വ്യക്തി. അപ്പോൾ നിങ്ങളിൽ നിന്ന് ഈ ഒരു വ്യക്തി മാറിപ്പോയിട്ടുണ്ടെങ്കിലും മറ്റൊരു വഴിയിലേക്ക് സഞ്ചരിച്ചിട്ടുണ്ടെങ്കിലും അവർക്ക് പ്രത്യേകിച്ച് വലിയ ഗുണങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല എന്ന് തന്നെ നമുക്കതിൽ നിന്ന് മനസ്സിലാക്കാം. അതായത് ചിലപ്പോൾ ഒരു ഗ്രീനർ സൈഡ് കണ്ടു പോയൊരു വ്യക്തിയായിരിക്കാം. ഇപ്പോൾ വളരെയധികം അടുത്ത ഒരു സുഹൃത്തുക്കളൊക്കെ ആണെന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾ ഒട്ടും മനസ്സിലാക്കാതെ മറ്റൊരു സൗഹൃദത്തിലേക്ക് പോയതായിരിക്കാം, അല്ലെങ്കിൽ ഇത് വേണ്ടാന്ന് വെച്ചതായിരിക്കാം. നിങ്ങൾ ഈ ഒരു പേഴ്സൺ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തു കൊടുത്തു എന്നുള്ളതൊന്നും ഒട്ടും കൺസിഡർ ചെയ്യാതെ നിങ്ങളുടെ ഒരു വാല്യൂ പോലും മനസ്സിലാക്കാതെ പോയൊരു വ്യക്തിയായിരിക്കാം. അപ്പോൾ തീർച്ചയായിട്ടും അവർക്കിപ്പോൾ അതിനകത്ത് നല്ല രീതിയിലുള്ള ദുഃഖമുണ്ട്, അല്ലെങ്കിൽ ആ ഒരു നൈരാശ്യമുണ്ട് എന്നുള്ളത് തന്നെ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഈ ഒരു വ്യക്തി നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ നിങ്ങളെക്കുറിച്ച് അറിയാൻ ശ്രമിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥയായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് ഇവർ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട് എന്നുള്ളത് നമുക്കിവിടെ നല്ല രീതിയിൽ തന്നെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങൾ സോഷ്യൽ മീഡിയയിലൊക്കെ ആക്റ്റീവായിട്ട് നിൽക്കുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ അതിൽ നിന്നായിരിക്കാം ആ ഒരു വ്യക്തി നിങ്ങളുടെ കാര്യങ്ങൾ അറിയാൻ ശ്രമിക്കുന്നത്. കോമൺ ഫ്രണ്ട്സ് ഉണ്ടാവാം ചിലപ്പോൾ, അല്ല നിങ്ങളുടെ ഫാമിലിയിലുള്ളൊരു വ്യക്തിയാണ് അല്ലെങ്കിൽ റിലേറ്റീവ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു തരത്തിലായിരിക്കാം. അതായത് നിങ്ങളുടെ ഓരോ അവസ്ഥയും അറിയാനായിട്ട് ഈ ഒരു പേഴ്സൺ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ടെന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നിങ്ങളെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഈ ഒരു വ്യക്തിയുടെ കാഴ്ചപ്പാട് പ്രകാരം നിങ്ങൾക്കിപ്പോൾ വളരെയധികം ഒരു മാറ്റം വന്നിരിക്കുന്നു. നേരത്തെ എങ്ങനെയായിരുന്നു നിങ്ങൾ പണ്ട് ഈ ഒരു പേഴ്സണോടൊപ്പം ഉണ്ടായിരുന്നു, അതുപോലെയുള്ള ഒരു വ്യക്തിയല്ല. നിങ്ങൾക്ക് ഒരുപാട് ചേഞ്ച് വന്നതായിട്ട് തന്നെ ഈ ഒരു പേഴ്സൺ കരുതുന്നുണ്ട്.
നിങ്ങൾ വളരെ സ്ട്രോങ് ആയിട്ട് മുന്നോട്ട് പോകുന്നൊരവസ്ഥ. ചിലപ്പോൾ നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും പ്രോഗ്രസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ടാവാം, നിങ്ങൾ എന്തെങ്കിലും അച്ചീവ് ചെയ്തിട്ടുണ്ടാവാം, അല്ലെങ്കിൽ പഴയതിൽ ഒന്നും കൂടി ഉത്സാഹത്തോടെ നിങ്ങൾ മുന്നോട്ട് പോകുന്നതായിട്ട് ഈ ഒരു പേഴ്സൺ അറിയുന്നുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള വ്യക്തികളുടെ ഒരു എനർജി ആവാനുള്ളൊരു സാധ്യതയുണ്ട്. അതുകൊണ്ടാണല്ലോ ആ ഒരു പേഴ്സൺ അങ്ങനെ ചിന്തിക്കുന്നത്. നിങ്ങൾക്ക് വളരെ ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്, നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ അച്ചീവ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ ആ പഴയതിനേക്കാളും നിങ്ങൾ ഒരുപാട് മുന്നിലേക്ക് വന്നിട്ടുണ്ട്. ആ ഒരു പഴയ വ്യക്തിയല്ല നിങ്ങളിപ്പോൾ, അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൺ നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നപ്പോൾ എങ്ങനെയാണോ അതുപോലെയുള്ള ഒരു വ്യക്തിയല്ല. നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള മാറ്റം വന്നിട്ടുണ്ട്. ഈ ഒരു പേഴ്സൺ നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഒരു കുഴിയിലിരിക്കുന്ന ഒരവസ്ഥയല്ല, നിങ്ങൾക്കൊരു ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട് എന്നുള്ളത് തന്നെയാണ് ഈ ഒരു പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരവസ്ഥയും അത്തരത്തിൽ തന്നെയായിരിക്കാം. നിങ്ങൾ ഈ ഒരു സമയത്ത് ചിലപ്പോൾ ഇവരിൽ നിന്ന് മാറിയ ശേഷം നിങ്ങൾക്ക് എന്തെങ്കിലും ഇമ്പ്രൂവ്മെൻറ്റോ അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ വേറെ പല കാര്യങ്ങൾ വന്നു ചേരുകയോ, അല്ലെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ ഈ ഒരു പേഴ്സൻ്റെ മുന്നിൽ എനിക്ക് ജീവിച്ച് കാണിച്ചു കൊടുക്കണം എന്നുള്ളൊരു വാശിയിലായിട്ട് മാറിയിട്ടുണ്ടാവാം. അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു എനർജി നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. അതായത് ഒരു കാര്യം നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത്, ഈ ഒരു വ്യക്തി നിങ്ങളിൽ നിന്ന് സെപ്പറേറ്റ് ആയിട്ട് മാറി നിന്നിട്ടുണ്ടെങ്കിലും അവരെന്തിനു വേണ്ടിയിട്ടാണ് മാറി നിന്നിട്ടുള്ളതെങ്കിൽ പോലും തീർച്ചയായിട്ടും അവർക്ക് അവിടെ സ്വസ്ഥതയോ സമാധാനത്തോടുകൂടിയോ മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ പിന്നിൽ അവർക്ക് പല കാര്യങ്ങളുണ്ടാവാം, പല മോട്ടിവേഷൻസ് ഉണ്ടാവാം. എങ്കിലും ആ ഒരു തൃപ്തികരമായിട്ടുള്ള ലൈഫ് ആ ഒരു പേഴ്സണ് കിട്ടിയിട്ടില്ല എന്ന് മാത്രമല്ല, നമ്മളിപ്പോൾ അവരുടെ അവസ്ഥ കറൻ്റ്ലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെയധികം ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരു എനർജിയിലൂടെയാണ് ആ ഒരു പേഴ്സൺ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. വളരെയധികം ഒറ്റപ്പെടൽ ഈ ഒരു പേഴ്സൺ അനുഭവിക്കുന്നുണ്ട്. ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ ഈ ഒരു പേഴ്സൺ കൊണ്ട് നടക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ ഒരു ഭാരങ്ങളെല്ലാം ഇറക്കി വെക്കാനായിട്ട് അവർ ആഗ്രഹിക്കുന്നുണ്ട്. അവർ ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് ഒന്ന് ഫ്രീ ആവാൻ, ഒന്ന് സ്വസ്ഥമാവാനായിട്ട് ഒരു പേഴ്സൺ ഒരുപാട് ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇപ്പോൾ ഈ ഒരു പേഴ്സൺ നിങ്ങളെ ശ്രദ്ധിക്കുന്നത് നിങ്ങൾക്കുണ്ടായിട്ടുള്ള ആ ഒരു മാറ്റം കൊണ്ടായിരിക്കാം. ചിലപ്പോൾ നിങ്ങളുടെ ഈ ഒരു മാറ്റം എന്ന് പറയുന്നത് ഒരു ദിവസം കൊണ്ട് ഉണ്ടായതായിരിക്കില്ല. ഈ ഒരു വ്യക്തി നിങ്ങളെ ഉപേക്ഷിച്ച് പോയൊരു സമയത്തോ അല്ലെങ്കിൽ നിങ്ങളിൽ നിന്ന് മാറി നിന്നൊരു സമയത്തൊക്കെയോ ഒരുപാട് വേദന അനുഭവിച്ചിട്ടുണ്ടാവാം, ഒരുപാട് സ്ട്രഗിൾസിലൂടെ കടന്നു പോയിട്ടുണ്ടാവാം. അതിലൂടെ ആയിരിക്കാം നിങ്ങൾ ചിലപ്പോൾ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിലേക്ക് മാറി നിൽക്കുന്നത്. അപ്പം എങ്കിലും നിങ്ങൾ വളരെയധികം ഉയർന്നു നിൽക്കുന്നു. ചിലപ്പോൾ നിങ്ങളൊരു സ്റ്റാറായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരുപാട് ഫോളോവേഴ്സൊക്കെ ഉള്ള ഒരു വ്യക്തിയായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളെ ഒരുപാട് പേര് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം. അപ്പോൾ നിങ്ങൾക്കൊരു ടോപ്പ് ലെവലിലേക്ക് എത്താൻ കഴിഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന ചില കാര്യങ്ങൾ ഈ ഒരു പേഴ്സൺ അറിയാമെങ്കിൽ അതെല്ലാം അവർ പതിയെ പതിയെ അവരുടെ ലൈഫിൽ നേടിക്കൊണ്ടിരിക്കുന്നു എന്ന് ഈ ഒരു പേഴ്സൺ ചിന്തിക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളോട് ചെയ്ത പല കാര്യങ്ങൾക്കും ഈ ഒരു പേഴ്സൺ ഒരു കുറ്റബോധത്തോടു കൂടി മുന്നോട്ട് പോയിരിക്കുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം ആ ഒരു നൈരാശ്യം നമുക്ക് നല്ല രീതിയിൽ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. മറ്റൊരു തരത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ അവർ വളരെ വിഷമത്തോടു കൂടിയും നിങ്ങൾ വളരെ സന്തോഷത്തോടു കൂടി ഇരിക്കുന്നു എന്നുള്ളൊരവസ്ഥ തന്നെ അവരെ ഒരുപാട് ബുദ്ധിമുട്ടിക്കുന്നുണ്ടെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അകൽച്ചയിലാണെന്നുണ്ടെങ്കിലും ഈ ഒരു പേഴ്സൺ നിങ്ങളെ ശ്രദ്ധിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ടെന്നുള്ളത് നമ്മൾ പറഞ്ഞു. സുഹൃത്തുക്കളിലൂടെയോ അല്ലെങ്കിൽ നിങ്ങളുടെ സോഷ്യൽ മീഡിയാസിലൂടെയോ എങ്ങനെയെങ്കിലുമൊക്കെ അറിയാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ പോലും പൂർണ്ണമായിട്ടും ഇപ്പോഴത്തെ നിങ്ങളുടെ ഒരു ആറ്റിറ്റ്യൂഡ് എന്താണ്, അല്ലെങ്കിൽ അവരോടുള്ളൊരു മനോഭാവം എന്താണ്, ഏത് രീതിയിലാണ് ഇപ്പോൾ നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് അവർക്ക് അറിയാൻ കഴിഞ്ഞിട്ടുണ്ടാവണമെന്നില്ല. അതായത് നിങ്ങൾ വളരെയധികം കാര്യങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ ഒതുക്കി പോകുന്ന ഒരു അവസ്ഥയായിട്ടാണ് അവർക്ക് ഫീൽ ചെയ്യുന്നത്. എങ്ങനെയൊക്കെ ശ്രമിച്ചിട്ടും നിങ്ങൾ എന്താണെന്നുള്ളത് അവർക്ക് പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടാവില്ല. അതായത് നിങ്ങളുടെ ഒരു മാനസികാവസ്ഥ എങ്ങനെയാണ്, ഈ ഒരു വ്യക്തിയോടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് എങ്ങനെയാണെന്നുള്ളത് ചിലപ്പോൾ നിങ്ങൾ ആരോടും ഓപ്പൺ അപ്പ് ആവുന്നുണ്ടാവില്ല. ചിലപ്പോൾ നേരത്തെ എല്ലാം നിങ്ങൾ അത്രയും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്തിട്ടുള്ള വ്യക്തികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇവരോടൊന്ന് മാത്രമല്ല പലരിൽ നിന്നും നിങ്ങളൊരു ഡിസ്റ്റൻസിലായിരിക്കാം നിൽക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്താണ്, ഈ ഒരു പേഴ്സണോടുള്ള ആറ്റിറ്റ്യൂഡ് എന്താണെന്നൊന്നും നിങ്ങൾ ആരോടും പറയുന്നുണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തൊക്കെയോ ഒരു മിസ്റ്ററീസ് നിങ്ങളിലുണ്ട്, അല്ലെങ്കിൽ എന്തൊക്കെയോ കാര്യങ്ങൾ നിങ്ങളിലുണ്ട്, നിങ്ങൾ വളരെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നു എന്നല്ല ഈ ഒരു പേഴ്സൺ ചിന്തിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ ചിലപ്പോൾ വളരെ ഇൻറ്റ്യൂട്ടീവ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. ഇപ്പോൾ പല കാര്യങ്ങളും ആരും പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ പോലും മനസ്സിലാക്കാനുള്ള ഒരു കഴിവ്, അല്ലെങ്കിൽ ചില കാര്യങ്ങൾ ചില വ്യക്തികളിൽ നമ്മളിൽ നിന്ന് ഒളിപ്പിച്ചു വെച്ച് കഴിഞ്ഞാൽ പോലും എങ്ങനെയെങ്കിലും അത് നമ്മളുടെ കൺമുൻപിൽ വന്ന് പെടുന്ന ചില വ്യക്തികളുണ്ട്. അതായത് യൂണിവേഴ്സായിട്ട് തന്നെ അവർ അറിയിച്ചു കൊടുക്കും. ആരിൽ നിന്നാണോ അവർ ആ ഒരു സത്യം അറിയേണ്ടത് അവർ പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ പോലും മറ്റേതെങ്കിലും ഒരു വഴി മൂലം പല സത്യങ്ങളും അറിയാനായിട്ട് ഇടവരുത്തുക, അല്ലെങ്കിൽ ഇടവരുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാവും. അതായത് ഒരു ദൈവാധീനം ചിലപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് കൂടുതലായിരിക്കും. അപ്പോൾ അതുപോലെയൊക്കെ വളരെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന ഒരു പേഴ്സണാലിറ്റി ആയിട്ട് തന്നെയാണ് അവർ നിങ്ങളെ കാണുന്നത്. അപ്പോൾ ഈ ഒരു വ്യക്തി കൂടെ ഇല്ലാതിരുന്നിട്ട് പോലും നിങ്ങൾ വളരെയധികം സന്തോഷത്തോടുകൂടി മുന്നോട്ട് പോകുന്നു, അല്ലെങ്കിൽ പല അച്ചീവ്മെൻറ്റ്സ് നിങ്ങളുടെ ലൈഫിൽ നേടിയെടുക്കുന്നു. ആ ഒരു സ്ട്രോങ് ആയിട്ട് പോകുന്ന ഒരവസ്ഥ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇവരെ വിഷമിപ്പിക്കുന്നുണ്ട്. ഇവരുടെ ഒരു സപ്പോർട്ട് ഇല്ലാതെയോ അല്ലെങ്കിൽ ഈ ഒരു വ്യക്തി കൂടെ ഇല്ലാഞ്ഞിട്ടും നിങ്ങൾ ഇത്രത്തോളം മുന്നോട്ട് പോവുക എന്ന് പറയുന്നത് ചിലപ്പോൾ ആ ഒരു വ്യക്തി അത്ര ഹേർട്ട് ചെയ്യുന്നൊരു കാര്യമായിരിക്കാം.
ഒരുപക്ഷെ നിങ്ങൾ ആ ഒരു റിലേഷൻഷിപ്പിലൊക്കെ ഉണ്ടായിരുന്ന ഒരു സമയത്ത് നിങ്ങൾ ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടാവാം ഇവരില്ലാതെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല, അല്ലാന്നുണ്ടെങ്കിൽ ഇവരില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ തളർന്നു പോകുന്നൊക്കെ നിങ്ങൾ ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടാവും. അപ്പം അങ്ങനെയൊന്നും നിങ്ങൾക്കിപ്പോൾ ഇല്ലാതെ നിങ്ങൾ വളരെ സ്ട്രോങ് ആയിട്ട് പോകുന്നത് കൊണ്ട് തന്നെ ഈ ഒരു പേഴ്സൺ അങ്ങനെയുള്ള കാര്യത്തിലൊക്കെ വളരെയധികം ഒരു വിഷമം അല്ലെങ്കിൽ ആ ഒരു നൈരാശ്യം നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. മാത്രമല്ല അവരുടെ ഇപ്പോഴത്തെ ആ ഒരു ലൈഫ് ജേർണി എന്ന് പറയുമ്പോഴത്തേക്ക് പലവിധ മാറ്റങ്ങൾ ഈ ഒരു പേഴ്സൺ അനുഭവിക്കുന്നുണ്ടാവാം. ഈ ഒരു വ്യക്തി ചിലപ്പോൾ നേരത്തെ കൂടുതൽ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് അവർക്ക് ലൈഫിൽ കിട്ടിക്കൊണ്ടിരുന്നതെങ്കിൽ ഇപ്പോൾ പല കാര്യങ്ങളും നെഗറ്റീവായിട്ട് പോകുന്നുണ്ടാവാം. വിചാരിച്ച പോലെ കാര്യങ്ങൾ നടക്കാത്ത അവസ്ഥ, അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ലോസ് ഉണ്ടാവുക, കരിയറിൽ ബുദ്ധിമുട്ടുണ്ടാവുക, അല്ലെങ്കിൽ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാവുക. അപ്പോൾ നിങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരു സമയത്ത് ഈ ഒരു പേഴ്സണ് കൂടുതലും ഒരു നഷ്ടങ്ങളാണ് സംഭവിക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ ഒരു പ്രോസ്പെരിറ്റിയും ഇല്ലാത്തൊരവസ്ഥയിലൂടെ കടന്നു പോകുന്നൊരു സാഹചര്യമായിരിക്കും. അതായത് നമ്മൾ തൊട്ടതെല്ലാം നമ്മുടെ തലയിലാവുന്ന ഒരവസ്ഥ, അല്ലെങ്കിൽ പല കാര്യങ്ങളും നമുക്ക് നഷ്ടപ്പെടുന്ന ഒരവസ്ഥ, നമ്മളുടെ കാൽക്കുലേഷൻസ് മുഴുവൻ തെറ്റിപ്പോകുന്ന ഒരു രീതിയിലൊക്കെ ആയിരിക്കും ഇപ്പോൾ അവർ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെ ഒരുപാട് ഈ ഒരു വ്യക്തിക്ക് മിസ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ പല പല പഴയ കാര്യങ്ങളും ഈ ഒരു പേഴ്സൺ ഓർത്തെടുക്കുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങളുമായിട്ടുള്ള ആ ഒരു ബന്ധത്തിലുണ്ടായിരുന്ന ഒരു സമയത്ത് അത്രയും നല്ല രീതിയിൽ പോയൊരു റിലേഷൻഷിപ്പ് ആയിരിക്കാം. ചിലപ്പോൾ ഒരു സോൾമേറ്റ് കണക്ഷനൊക്കെ നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഫീൽ ചെയ്തിട്ടുണ്ടാവാം. അത്രയും ഒരു ഡെപ്തായിട്ട് പോയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ചുള്ള പല കാര്യങ്ങളും ഈ ഒരു പേഴ്സൺ ചിന്തിക്കുന്നുണ്ട്. ഇപ്പോൾ അതൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ അവർ ഒരുപാട് വിഷമിക്കുന്നുണ്ട്, അവർ മിസ് ചെയ്യുന്നുണ്ട്. എന്താണെന്നുണ്ടെങ്കിലും ഒരു കാര്യം ഷുവറാണ്, നിങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്ന ഈ ഒരു പേഴ്സണ് നിങ്ങളുടെ ആ ഒരു മാറ്റത്തെ തുടർന്ന് തീർച്ചയായിട്ടും കൂടുതലും നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളായിരിക്കും അവരുടെ ലൈഫിൽ സംഭവിച്ചത്. അതായത് ചില വ്യക്തികൾ നമ്മുടെ ലൈഫിൽ നിന്ന് ഇറങ്ങി പോകുമ്പോൾ, അല്ലെങ്കിൽ നമ്മളോടൊപ്പം ഇല്ലാണ്ടാവുമ്പോൾ നമുക്ക് തൊട്ടതെല്ലാം നഷ്ടപ്പെടുന്ന ഒരവസ്ഥ, അല്ലെങ്കിൽ ആ ഒരു പ്രോസ്പെരിറ്റി എല്ലാം നഷ്ടപ്പെടുന്ന ഒരവസ്ഥ ഉണ്ടാവാറുണ്ട്. ഏകദേശം ഈ ഒരു വ്യക്തി അതുപോലെയാണ്, അല്ലെങ്കിൽ അവരങ്ങനെ വിശ്വസിക്കുന്നുണ്ടാവാം. നിങ്ങളുടെ കൂടെ ഉള്ളതെന്ന് പറയുന്നത് അവരുടെ ഒരു വെളിച്ചമാണ്, അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു സൺ എനർജി പോലെ തന്നെ അത്രയും പ്രകാശമാണ് നിങ്ങളെന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളോടൊപ്പം ഉള്ള റിലേഷൻഷിപ്പിൽ, അല്ലെങ്കിൽ നിങ്ങൾ ഉണ്ടായിരുന്ന ഒരു സമയത്ത് അവർ അതിൻ്റെ ഒരു മൂല്യം മനസ്സിലാക്കിയിട്ടുണ്ടാവണമെന്നില്ല. ചിലപ്പോൾ അവർക്ക് അതൊരു ശല്യമായിട്ടൊക്കെ തോന്നിയിട്ടുണ്ടാവാം, അല്ലെങ്കിൽ ഒരു കെട്ടുപാടായിട്ട് അവർക്ക് ഫീൽ ചെയ്തിട്ടുണ്ടാവാം. അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സ്വന്തം കാര്യം നോക്കി അവരുടെ ഒരു സെൽഫിഷ് ആയിട്ടുള്ള വഴി തേടി പോയ ഒരു വ്യക്തിയൊക്കെ ആയിരിക്കാം. നിങ്ങൾ ഒട്ടും കൺസിഡർ ചെയ്തിട്ടുണ്ടാവണമെന്നില്ല. എന്നാൽ ഇപ്പോൾ ഈ ഒരു പേഴ്സൺ അതിൻ്റെ ഒരു വിഷമത നല്ലോണം രീതിയിൽ അനുഭവിക്കുന്നുണ്ട്. കാരണം അത്രയും സപ്പോർട്ടായിട്ട് ഉണ്ടായിരുന്ന ഒരു വ്യക്തി ഇപ്പോൾ ഇല്ല. അതുമാത്രമല്ല അവരോടൊപ്പം അങ്ങനെയുള്ള നിങ്ങളെപ്പോലെ സപ്പോർട്ട് ചെയ്ത് കെയർ ചെയ്ത് കൊണ്ടുപോകുന്ന വേറൊരു പേഴ്സൺ അവരുടെ ലൈഫിൽ ഇല്ല എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. അപ്പം അങ്ങനെ ഒരു വ്യക്തി ഇല്ല എന്നുള്ളത് മാത്രമല്ല, ഇപ്പോൾ ഈ ഒരു പേഴ്സൻ്റെ ലൈഫിൽ ആരൊക്കെയാണോ ഉള്ളത് അവരുമായിട്ട് ഈ ഒരു പേഴ്സൺ ഒട്ടും ഒരു ടേംസിലായിരിക്കില്ല പോയിക്കൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും പ്രശ്നങ്ങളോ ഈ ഒരു വ്യക്തിയെ മനസ്സിലാക്കാത്ത ഒരു പേഴ്സണൊക്കെ ആയിരിക്കാം ഇതിനകത്ത് അവരോടൊപ്പം ഉണ്ടായിരിക്കുന്നത്. അതായത് വളരെയധികം നമ്മൾ പറഞ്ഞതുള്ള ആ ഒരു ഒറ്റപ്പെടൽ, അല്ലാന്നുണ്ടെങ്കിൽ ആരും ഇല്ല, ഞാൻ ഒറ്റയ്ക്കാണെന്നുള്ള ഒരു തോന്നലൊക്കെ ഈ ഒരു പേഴ്സൺ ഇപ്പോൾ നല്ല രീതിയിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് അവർ നിങ്ങളെ കൂടുതൽ ശ്രദ്ധിക്കുന്നത്, നിങ്ങളുടെ ഒരു അവസ്ഥ എന്താണെന്ന് അറിയാനായിട്ട് ആഗ്രഹിക്കുന്നതല്ല. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്ന ഈ ഒരു സമയങ്ങളിലെല്ലാം ഈ ഒരു പേഴ്സണ് ഒരുപാട് അനുഭവങ്ങൾ അവരുടെ ലൈഫിലൂടെ കടന്നു പോയിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പുതിയതായിട്ട് പഠിക്കേണ്ടതായിട്ട് വന്നേക്കാം. മാത്രമല്ല അവർക്ക് സ്വയം അവരെക്കുറിച്ച് മനസ്സിലാക്കാനുള്ള ഒരു ടൈം പീരീഡും കൂടി ആയിരിക്കാം മേ ബി ഇത്. ആ ഒരു ട്രാൻസ്ഫർമേഷൻ ജേർണി നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ചില കാര്യങ്ങൾ വിലയിരുത്താൻ, അല്ലെങ്കിൽ ചിലപ്പോൾ ഒട്ടും മറ്റുള്ളവരെയൊക്കെ കൺസിഡർ ചെയ്ത് പോയിട്ടുള്ളൊരു പേഴ്സണൊക്കെ ആണെന്നുണ്ടെങ്കിൽ യൂണിവേഴ്സായിട്ട് തന്നെ ചില കാര്യങ്ങൾ ചിലരെ പഠിപ്പിച്ചു കൊടുക്കാറുണ്ട്. അല്ലെങ്കിൽ ഒന്ന് പിന്തിരിഞ്ഞ് നോക്കാനായിട്ട്, കടന്നു പോകുന്ന വഴികൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാനായിട്ടുള്ള ഒരു അവസരം യൂണിവേഴ്സ് ചിലർക്ക് കൊടുക്കാറുണ്ട്. ഈ ഒരു വ്യക്തിയും അങ്ങനെയുള്ള ഒരു പേഴ്സൺ ആയിരിക്കാനാണ് നമുക്കിവിടെ കൂടുതൽ ചാൻസസ് കാണുന്നത്. അതായത് അവരുടെ ഒരു ചെയ്ത പ്രവർത്തികൾക്കുള്ളൊരു തിരിച്ചടിയാണോ അവരിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് അവർ ചിന്തിക്കുന്നുണ്ട്. ഇപ്പം നമ്മളിവിടെ പറഞ്ഞതുപോലെ നിങ്ങൾ വളരെ ഒരു സ്ട്രോങ് ആയിട്ട് മുന്നോട്ട് പോകുന്നു, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ലക്ഷ്യബോധം ഉള്ളതായിട്ടൊക്കെ അവർ കൺസിഡർ ചെയ്യുന്നു. എന്നാൽ ഈ ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ പല കാര്യങ്ങളും നഷ്ടപ്പെട്ട ഒരവസ്ഥ, മാനസികമായിട്ട് തകർന്ന ഒരവസ്ഥയൊക്കെയാണ്. ആരും സപ്പോർട്ടിനില്ല, കൂടെ ഇല്ലാതൊക്കെ നിൽക്കുന്ന ഒരവസ്ഥ. അപ്പം അതുകൊണ്ട് തന്നെ അവർക്ക് ആ ഒരു കാര്യം വേർതിരിച്ചറിയാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും അവർ ആ ഒരു റീകൺസിലേഷൻ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾ അവരുടെ ലൈഫിലേക്ക് തിരിച്ചു വന്നിരുന്നെങ്കിൽ ഈ ഒരു പേഴ്സൺ ചിന്തിക്കുന്നുണ്ട്. അവരായിട്ട് നിങ്ങളിൽ നിന്ന് ഇറങ്ങിപ്പോയതാണ്, അല്ലെങ്കിൽ നിങ്ങളെ മാറ്റി നിർത്തിയതാണെന്നുണ്ടെങ്കിൽ പോലും വീണ്ടും നിങ്ങൾ ഈ ഒരു പേഴ്സൻ്റെ ലൈഫിലേക്ക് എൻ്റർ ചെയ്യാനായിട്ടാണ് അവർ കൂടുതൽ ആഗ്രഹിക്കുന്നത്. അതായത് നിങ്ങളായിട്ട് ഈ ഒരു പേഴ്സണെ ഒന്ന് അന്വേഷിച്ചെങ്കിൽ, അല്ലെങ്കിൽ ചിലപ്പോൾ ഒന്ന് മെസ്സേജ് അയച്ചിരുന്നെങ്കിൽ എന്നൊക്കെ ആയിരിക്കാം. ചിലപ്പോൾ നിങ്ങൾ അത്രയും അവോയ്ഡ് ചെയ്ത് നിങ്ങൾ മാറിപ്പോയിട്ടുണ്ടാവാം. നിങ്ങൾക്ക് തരാത്ത വില, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളെ അവോയ്ഡ് ചെയ്തൊരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ ഞാനും ഇനി അങ്ങോട്ട് പോവില്ല എന്നുള്ള ഒരു ദൃഢനിശ്ചയത്തിലായിരിക്കാം നിങ്ങൾ. അപ്പം നിങ്ങളായിട്ടൊന്ന് അവരിലേക്ക് ചെന്നിരുന്നെങ്കിൽ എന്നുള്ള ആ ഒരു പേഴ്സൻ്റെ ഒരാഗ്രഹം നമുക്ക് കാണാനായിട്ട് കഴിയും. ആ ഒരു സ്ട്രോങ് റീകൺസിലേഷൻ തന്നെയാണ് ആ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങളോടൊപ്പം സന്തോഷത്തോടുകൂടി മുന്നോട്ട് പോകാൻ, അല്ലെങ്കിൽ ചില പഴയ അനുഭവങ്ങളായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ ഇതിന് മുൻപ് ഉണ്ടായിട്ടുള്ള ആ ഒരു എൻജോയ്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ ആയിരിക്കും, അതൊക്കെ തിരിച്ച് കിട്ടാനായിട്ട് ഈ ഒരു പേഴ്സൺ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഈ ഒരു അവസ്ഥ എന്ന് പറയുന്ന അവർ ഒറ്റപ്പെട്ട് നിൽക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങളുടെ ഒരു ആവശ്യകത അവർക്ക് വളരെ കൂടുതലാണ്. ഒരുപക്ഷെ അവർ ഇത്രയും ഒരു മോശം അവസ്ഥയിലൂടെ പോകുന്നു, അല്ലെങ്കിൽ ചില കാര്യങ്ങളൊക്കെ നഷ്ടപ്പെട്ടിരിക്കുന്ന ഒരവസ്ഥയിലൊക്കെ ആയതുകൊണ്ട് തന്നെ
നിങ്ങളിലേക്ക് വരാനുള്ള ഒരു ജാള്യത കൊണ്ടായിരിക്കാം അവർ നിങ്ങൾ അങ്ങോട്ട് ചെന്നിരുന്നെങ്കിൽ എന്നുള്ളത് ആഗ്രഹിക്കുന്നത്. അപ്പോൾ നമ്മൾ സാധാരണ പറയുന്നത് പോലെ എന്നാൽ പിന്നെ റീഡിങ്ങിനകത്ത് ഇങ്ങനെ കണ്ടു എന്നാൽ കുറേ നാളായിട്ട് മിണ്ടാതിരിക്കുകയാണ്, ഓടിപ്പോയി ഒന്ന് മെസ്സേജ് അയച്ചേക്കാം എന്നുള്ളതല്ല. ഒരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഇത് നിങ്ങൾക്കൊരു ഗൈഡൻസ് ആയിട്ട് മാത്രം എടുക്കുക. ഒരിക്കലും ജനറൽ റീഡിംഗ് കേട്ടിട്ട് നിങ്ങൾ ആക്ഷൻസ് എടുക്കാതിരിക്കുക. നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ പ്രവർത്തിക്കണം എന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഒരു പേഴ്സണൽ റീഡിങ്ങിന് ശേഷമായിരിക്കണം. അവിടെ നിങ്ങളുടെ ഒരു എനർജി എന്ന് പറയുന്നത് നമ്മൾക്ക് 100% കിട്ടും. ഇത് ഒരുപാട് പേരുടെ എനർജി ഉള്ളതുകൊണ്ട് നമ്മളിങ്ങനെയുള്ള കാര്യങ്ങളിൽ ആക്ഷൻ എടുക്കാതിരിക്കുക, ഗൈഡൻസ് ആയിട്ട് മാത്രം എടുക്കുക. അപ്പോൾ ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ഈ ഒരു വ്യക്തി അകൽച്ചയിലാണെന്നുണ്ടെങ്കിൽ പോലും സ്റ്റിൽ സെപ്പറേഷൻ ആയിരിക്കാനാണ് സാധ്യത. കോൺടാക്റ്റ് ഒന്നും വരാനായിട്ടുള്ള സമയമായിട്ടുണ്ടാവണമെന്നില്ല. അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൺ അതിനുള്ള ഒരു മനസാന്നിധ്യം ചിലപ്പോൾ കിട്ടിക്കാണണമെന്നില്ല. മറിഞ്ഞിരുന്നുകൊണ്ട് നിങ്ങൾ ആഗ്രഹിക്കുകയും നിങ്ങളുടെ വളർച്ച നോക്കിക്കാണുകയൊക്കെ ചെയ്യുന്ന ഒരു പേഴ്സണാണ്. ഇപ്പോഴും നമുക്ക് ആ ഒരു സ്പൈങ് എനർജിയും കാര്യങ്ങളെല്ലാം കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അവരുടെ മനസ്സിനകത്ത് നിങ്ങളുണ്ട്, നിങ്ങളൊന്ന് വന്നിരുന്നെങ്കിൽ എന്നൊക്കെ അവർ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങൾ നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്കൊരു നാണക്കേട് ഫീൽ ചെയ്യുന്നുണ്ടാവാം. നിങ്ങളിൽ നിന്ന് ഇങ്ങനെ പോയിട്ട് അവർക്ക് ഇവിടെ എത്താൻ സാധിച്ചില്ല, അല്ലെങ്കിൽ അവർക്ക് കൂടുതൽ ട്രബിൾസാണ് ഉണ്ടായിരിക്കുന്നത്, എന്നാൽ നിങ്ങൾക്ക് നല്ല മാറ്റം ഉണ്ടായിരിക്കുന്നു. അപ്പോൾ ആ ഒരു രീതിയിലുള്ളൊരു വിഷമവും കാര്യങ്ങളൊക്കെ ഈ ഒരു പേഴ്സണ് തീർച്ചയായിട്ടും ഉണ്ട് എന്നുള്ളത് നമുക്കിവിടെ കാണാം. അപ്പോൾ നിങ്ങളുമായിട്ട് ഡെയിലി കോൺടാക്റ്റ് ഉള്ളൊരു വ്യക്തിയോ അല്ലെങ്കിൽ അത്രയധികം ഇൻറ്റിമസിയിലല്ല എങ്കിലും കോൺടാക്റ്റ് ഉണ്ട് എന്ന് പറയുന്ന വ്യക്തികളുടെ എനർജിയൊക്കെ ആയിരിക്കാനുള്ള ചാൻസസ് വളരെ കുറവാണ്. തീർച്ചയായിട്ടും സെപ്പറേഷനിലൂടെ പോകുന്ന വ്യക്തികളുടെ എനർജി തന്നെയാണ്. കാരണം ആ ഒരു ആങ്സൈറ്റി അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ച് കൂടുതൽ അറിയാനുള്ള താല്പര്യം, അല്ലെങ്കിൽ നിങ്ങൾ ഈ ഒരു പേഴ്സൺ ഒട്ടും മുഖം കൊടുക്കാതിരിക്കുന്ന ഒരു അവസ്ഥയെല്ലാം നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പോൾ ഒരിക്കലും കോൺടാക്റ്റ് ഉണ്ട് അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ച് ഈസി ആയിട്ട് അവർക്ക് അറിയാൻ സാധിക്കുന്നുണ്ട്, നിങ്ങളോട് മിണ്ടാൻ കഴിയുന്നുണ്ടെങ്കിൽ ആ ഒരു എനർജി നമുക്ക് ഇങ്ങനെ കിട്ടില്ല. അപ്പോൾ ആ ഒരു സെപ്പറേഷനിലിരിക്കുന്നവർക്ക് തന്നെയാണ് അത് കൂടുതൽ റെസനേറ്റ് ആവുന്നത്. അപ്പോൾ ഇവിടെ യൂണിവേഴ്സായിട്ട് ചില കാര്യങ്ങൾ ഈ ഒരു പേഴ്സണ് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ഒരു മാറ്റം നല്ല രീതിയിൽ വന്നിട്ടുള്ള ഒരു പേഴ്സണാണ്. അപ്പോൾ നിങ്ങളെ കോൺടാക്ട് ചെയ്യണം അല്ലെങ്കിൽ ആ ഒരു റീകൺസിലിയേഷനൊക്കെ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ്. അപ്പോൾ സ്റ്റിൽ നിങ്ങളുടെ ഒരു അവസ്ഥ എന്താണെന്നുള്ളത് അറിയില്ല നമുക്ക്. നിങ്ങൾ ഈ ഒരു പേഴ്സണെ ആഗ്രഹിക്കുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങൾ ഈ ഒരു പേഴ്സൺ ചെയ്ത കാര്യം വെച്ചിട്ട് കംപ്ലീറ്റ്ലി മൂവ് ഓൺ ചെയ്ത് പോയവരായിരിക്കാം. അപ്പോൾ നിങ്ങൾ മൂവിങ് ഓണിലായിരിക്കാം. അല്ല, ചിലവരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വ്യക്തിക്ക് ഒരു മാറ്റം ഉണ്ടാവട്ടെ എന്നിട്ട് എൻ്റെ ലൈഫിലേക്ക് വന്നാൽ മതി എന്ന് ചിന്തിക്കുന്നവരായിരിക്കാം. അപ്പോൾ അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ക്ലെയിം ചെയ്യുക. നിങ്ങളുടെ ആ ഒരു സ്ട്രോങ് റീകൺസിലിയേഷന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ആ ഒരു റിലേഷൻഷിപ്പ് പഴയതുപോലെ ആവാനായിട്ട് തന്നെ നിങ്ങൾ ക്ലെയിം ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ പ്രത്യേകിച്ച് ക്ലൂസോ കാര്യങ്ങളൊന്നും എടുക്കുന്നില്ല. കാരണം ഓൾറെഡി രണ്ട് പേരുടെ എനർജി, അത് നിങ്ങളുടെ എനർജി എന്ന് പറയുന്നത് ഈ ഒരു പേഴ്സൻ്റെ ആംഗിളിലൂടെയാണ് നമുക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത്. അപ്പോൾ ആ ഒരു രീതിയിലുള്ള മാറ്റമൊക്കെ നിങ്ങൾക്ക് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ട് കൺസിഡർ ചെയ്യാം. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ റീഡിംഗ് ഇത്രയേ ഉള്ളൂ. നാളെ മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.